ഇത് കാരണമാണ് ഞാൻ ഇതിലേക്ക് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയ ഒരു 3-4 വർഷമായി. അതിനുശേഷം എനിക്ക് കണ്ടുകെട്ടാൻ കിട്ടിയത് മിസ്റ്റർ അഷറഫ് ഖാനെയാണ്. അഷറഫ് അതിന് വേണ്ട എല്ലാ വളരെ വീക്കും കംപ്രഷന് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്രഷനിൽ ഉള്ള സ്ട്രെങ്ത്തും ടെൻഷനിൽ വീക്കും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ ചുമരുകൾ നോർമലി ഇപ്പോൾ ഓൾറെഡി ഉള്ളത് പ്രീകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ മെയ്ഡ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡാണ്. ഈ കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് വീഡിയോസ് അയച്ചു കൊടുത്തു. അതിനകത്തൊരു കസ്റ്റമർ തിരുപ്പൂരിന് വിളിച്ചു ചോദിച്ചു നമുക്ക് അവിടെ സാമ്പിൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ തമിഴ്നാട്ടിലേക്ക് ഒരു സാമ്പിൾ വർക്ക് ചെയ്തു. അതൊക്കെ തീർന്ന് ഒരു ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവിടുത്തെ ബിൽഡിംഗ് ഡിസൈൻ കംപ്ലീറ്റ് സ്ക്വയറാണ്. എന്ന സ്ഥാപനത്തിൽ പിന്നെ സമീപിച്ചാൽ മതി. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആകെ കൊടുത്തിട്ടുണ്ട്. ലെസൺസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് അഷ്റഫ് അലിസാറാണ്. PS ക്ലെയിംസ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണറാണ്. സാധാരണ വീടും പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വീടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ നമ്മൾ വീടുകൾ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ കല്ലുകൊണ്ട് കെട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് വാർക്കും. ബെൽറ്റ് വാർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടികയോ വെട്ടുകല്ലോ ഹോളോ ബ്രിക്സോ സോൾ ബ്രിക്സോ എന്തെങ്കിലും ചെയ്യും. പിന്നെ വാർക്കും. അതിനുശേഷം വയറിങ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് ഇത്രയാണ് നമ്മൾ നോർമലായിട്ടൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് വരുന്നത്. പക്ഷെ പ്രീകാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നോർമൽ വീട് ചെയ്യുന്ന ഇത്രയും സ്റ്റേജാണ്. അതിനകത്ത് വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് ചെയ്യുക. വീട് കെട്ടി കുത്തിപ്പൊളിച്ച് അതിനകത്ത് വയറിങ് ചെയ്ത് പ്ലംബിങ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീകാസ്റ്റ് എന്ന് പറയുമ്പോൾ A to Z ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും. പ്ലഗ് എവിടെ വരും, സ്ലാബുകൾ എവിടെ വരും, ബാത്റൂമിലെ ഫിറ്റിങ്സ് എവിടെ വരും, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു പ്രീകാസ്റ്റ് ബിൽഡിംഗ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു റൂമിനകത്ത് 4 ചുമര്, 6 ചുമര്, 4 സൈഡ് ഫ്ലോർ റൂഫും ഇവിടെ എന്തൊക്കെ വരുന്നത് ആദ്യം ഡ്രോയിങ്സ് സെറ്റാക്കി എടുത്താണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ പ്രീകാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ മുതൽ റൂഫ് വരെ ഒരു കഷ്ണം ഇഷ്ടികയോ കല്ലോ ഒന്നുകൊണ്ട് ഫുള്ള് കോൺക്രീറ്റ് തന്നെയായിരിക്കും. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പറയുമ്പോൾ നമ്മൾ സൈറ്റിൽ കാസ്റ്റ് ചെയ്തിട്ട് പാനൽസ് ഉണ്ടാക്കി സെറ്റ് ചെയ്യും. സാധാരണ കൺസ്ട്രക്ഷൻ നമ്മൾ ഇഷ്ടികയും ഒക്കെ ഒരു ചെറിയൊരു പീസായിട്ട് സെറ്റ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. ഒരു വീട്ടിലേക്ക് എത്ര ചുമരാണ് വേണ്ടത്, 10, 15, 20 ആ ചുമരുകൾ ആദ്യം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഓരോന്നായിട്ട് പെറുക്കി വെച്ചിട്ട് ജോയിൻസ് വെൽഡ് ചെയ്യും. വെൽഡ് ചെയ്ത് കോർണേഴ്സ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കും. അപ്പോൾ കിച്ചണൊക്കെ എന്ത് ചെയ്യും? കിച്ചൺ സാധാരണ നോർമൽ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൽ എല്ലാ ഫിറ്റിങ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുന്ന സാധനം അവസാനം ചെയ്യുന്ന സാധനം ആദ്യം. അതാണ് പ്രീകാസ്റ്റ്. നമ്മൾ വീട്ടിൽ സാധാരണ കോമ്പൗണ്ട് വാൾ ലാസ്റ്റ് ചെയ്യുക, സെപ്റ്റിക് ടാങ്ക് ലാസ്റ്റാണ് ചെയ്യുക, വയറിങ് ലാസ്റ്റാണ് ചെയ്യുക. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കോമ്പൗണ്ട് വാൾ ചെയ്ത് കഴിഞ്ഞിട്ട് സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞിട്ടാണ് ചുമര് ചെയ്യുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങുക. ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം വയറിങ്ങും പ്ലംബിങ്ങും കഴിഞ്ഞിട്ടാണ് കോൺക്രീറ്റ് പാനൽ ചെയ്യുക. പ്ലംബിങ്ങിൻ്റെ വയറിങ് പൈപ്പൊക്കെ ആദ്യം ഇട്ട് വെക്കും. അതേപോലെ ഷെൽഫ് എന്ത് വേണം, സൺഷെയ്ഡ് എന്ത് വേണം, ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യും. ഇത് റിവേഴ്സ് മെത്തേഡായിട്ടാണ് വരിക കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ടോയ്ലറ്റ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ടോയ്ലറ്റിലെ പ്ലംബിങ്ങും ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ ആദ്യം അതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ചുമര് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ എന്ത് ചെയ്യാം, ടാപ്പ് പിടിപ്പിക്കുന്ന ഒരു പണി മാത്രമേ വരുള്ളൂ. ബാക്കിയെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ കുത്തിപ്പിടിക്കുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല. സാധാരണ വീടുകൾക്കുണ്ടാകുന്നത് പോലത്തെയുള്ള ചോർച്ചകൾ ഇത്തരം വീടുകൾക്കുണ്ടാകാറുണ്ടോ? നോർമലി സാധാരണ റൂഫിങ്ങിന് വീടുകൾക്ക് ചെയ്യുന്ന സെയിം റൂഫിങ്ങിന്റെ മെത്തേഡ് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്തും അഡോപ്റ്റ് ചെയ്യുന്നത്. റൂഫിങ്ങിന്റെ മെത്തേഡൊന്നും യാതൊരു മാറ്റമില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് നോർമൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യണം. ഈ പ്രീകാസ്റ്റ് വീടുകൾക്ക് ഫില്ലറുകൾ ആവശ്യമുണ്ടോ?
പിന്നെ വാർക്ക പോലുള്ള കാര്യങ്ങളിൽ പ്രീകാസ്റ്റ് ടെക്നോളജിയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് സാധാരണ വീടുകൾക്കുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചല്ല. ഇതിനകത്ത് ഈ ചുമരുകൾ തന്നെയാണ് ലോഡ് ബെയറിംഗ് ആയിട്ട് വരുന്നത്. സെപ്പറേറ്റ് പില്ലറുകൾ ആവശ്യമില്ല. പില്ലർ ആകെ വരുന്നത് കാർപോർച്ചിന്റെ എൻഡിൽ മാത്രം വേണമെങ്കിൽ ഒരു പില്ലറും, അത് മാത്രമാണ് പില്ലറായിട്ട് വരുള്ളൂ. അതേപോലെ നമ്മൾ ചോദിച്ചത് റൂഫിന്റെ കാര്യം. പ്രീകാസ്റ്റ് വഴി ചുമരുകൾ മാത്രമാണ് പ്രീകാസ്റ്റ് ചെയ്യുന്നത്. റൂഫ് സാധാരണ സ്ലാബ് വാർക്കുന്ന പോലെ പലക അടിച്ച് വാർക്കുകയാണ് ചെയ്യുക. കാരണം അതിനകത്ത് കൂടിയാണ് വയറിങ്ങിന്റെ കണക്ഷൻസ് ഒക്കെ കവർ ചെയ്യുന്നത്. മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രീകാസ്റ്റ് റൂഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വയറിങ് കൺസീൽഡ് ആക്കണ്ട എന്ന ആവശ്യമുണ്ടെങ്കിലും നമുക്ക് പ്രീകാസ്റ്റ് റൂഫ് ഉപയോഗിക്കാം. വയറിങ് കൺസീൽഡ് വരുന്ന സമയത്ത് റൂഫ് പ്രീകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം വീടുകളുടെ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകൾക്ക് സാധാരണ പോലെ തന്നെയുള്ള ജനലുകൾ, വാതിലുകൾ സൂട്ടബിൾ ആയിരിക്കുമോ? അവയുടെ സ്ട്രെങ്ത് എത്രത്തോളം ആയിരിക്കും? സാധാരണ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് കോൺക്രീറ്റ് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഫ്രെയിംസും വിൻഡോസും ചെയ്യാം. അല്ലാന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിനകത്ത് UPVCയോ വുഡോ എന്ത് മെറ്റീരിയൽ വേണം ചെയ്യാൻ പറ്റും. ഒരു വ്യത്യാസമില്ല. ഈ ഭൂകമ്പ സാധ്യത പോലുള്ള ഭൗമ പ്രതിഭാസങ്ങളെ ഇത്തരം വീടുകൾ എങ്ങനെയാണ് തരണം ചെയ്യുക? സാധാരണ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫൗണ്ടേഷനും ചെയ്യുന്നത് ഈ കല്ലുകൊണ്ടാണ്. കല്ല് വന്ന ഷെയ്ക്ക് വന്നാൽ ഇളകുന്ന ഒരു മെറ്റീരിയലാണ്. ഭൂകമ്പത്തെ പ്രതിരോധിക്കണമെങ്കിൽ കമ്പി മാത്രമേ നമുക്ക് ഭൂകമ്പം പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ടെൻഷനിൽ വളരെ വീക്കും, കംപ്രഷനിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്രഷനിൽ ഉള്ള സ്ട്രെങ്ത്തും ടെൻഷനിൽ വീക്കും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ ചുമരുകൾക്കൊന്നും റെയിൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ചുമരുകൾ പൊളിഞ്ഞിട്ട് റൂഫ് സ്ലാബ് വീണിട്ടാണ് നമുക്ക് അപകടം ഉണ്ടാവുന്ന സാധാരണ കണ്ടുവരുന്നത്. നിങ്ങൾ ഭൂകമ്പം ഉണ്ടായ പഴയ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ്, അതായത് ഫ്രെയിം സ്ട്രക്ചർ ചെയ്ത ഒരു ബിൽഡിംഗ് പോലും മറിഞ്ഞു വീണിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ വീടുകൾ കുറേ വീണിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഇതാണ്. പക്ഷെ പ്രീകാസ്റ്റ് ബിൽഡിംഗ് വരുമ്പോൾ താഴെ മുതൽ റൂഫ് വരെ കംപ്ലീറ്റ് റെയിൻഫോഴ്സ്മെന്റ് വെച്ച് കണക്റ്റഡാണ്. ഇപ്പോൾ ബിൽഡിങ്ങിന് ഒരു കാരണവശാലും കൊളാപ്സ് ചെയ്യാൻ പറ്റില്ല. ഒന്നിച്ച് മറിഞ്ഞ് ബെൻഡായി നിൽക്കാനോ അല്ലെങ്കിൽ തെന്നി നീങ്ങാനോ അല്ലാണ്ട് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സാധാരണക്കാരായ ആളുകൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ അധികവും ലോണുകളെ ആശ്രയിക്കാറുണ്ട്. ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുന്ന വീടുകൾക്ക് ലോണുകൾ എളുപ്പത്തിൽ ലഭ്യമാകുമോ? സാധാരണ ഒരു വീടിനെ കാട്ടിയും എന്തുകൊണ്ടും 3 മടങ്ങ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് പ്രീകാസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോൺ കിട്ടാൻ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇത്തരം വീടുകളിൽ വയറിങ് അല്ലെങ്കിൽ പ്ലംബിങ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? സാധാരണ വീടുകളിൽ ചുമര് കെട്ടിക്കഴിഞ്ഞിട്ടാണ് പ്ലംബിങ്ങും വയറിങ്ങും ചെയ്യുക. പക്ഷെ പ്രീകാസ്റ്റ് ബിൽഡിങ്ങിൽ പാനൽ കാസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഫസ്റ്റ് പ്രൊസീജിയർ വയറിങ്ങും പ്ലംബിംഗ് ആണ്. കോൺക്രീറ്റ് ഇടുന്ന മുമ്പ് അതിനകത്ത് വയറിങ്ങിൻ്റെ പ്ലംബിങ്ങിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പൈപ്പുകളൊക്കെ ഫിക്സ് ചെയ്ത ശേഷമാണ് കോൺക്രീറ്റ് ഇടുക. പക്ഷേ അത് ശ്രദ്ധിക്കണം വെച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെ ഫിറ്റിങ്സാണ് വരുന്നത് നമ്മൾ ആദ്യം തീരുമാനിച്ച് പോയിന്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കണം. അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ അഡീഷണൽ പൈപ്പ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു 90% കാര്യങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിരിക്കണം. സാധാരണ വീടുകളിലൊക്കെ കാണുന്നത് പോലെ മുകളിൽ ഈ വാട്ടർ ടാങ്ക് പോലുള്ള സംവിധാനങ്ങൾ ഇത്തരം വീടുകളിൽ ഘടിപ്പിക്കാൻ കഴിയും? തീർച്ചയായിട്ടും പറ്റും. സാധാരണ പ്ലാസ്റ്റിക് ടാങ്ക് അതിന് മുകളിൽ വെക്കുന്നത് സാധാരണ ബിൽഡിംഗ് വെക്കുന്ന പോലെ തന്നെ വെക്കാം. അതുമല്ല, ബിൽഡിങ്ങിന്റെ കൂടെ തന്നെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കുകളും നമുക്ക് ഇതിനകത്ത് ചെയ്യാം. വളരെ സിമ്പിളാണ്. 4 പീസ് എടുക്കുക, 4 പീസ് ഉണ്ടാക്കുക, കോർണറിൽ വെൽഡ് ചെയ്യുക, കോർണർ കോൺക്രീറ്റ് ജോയിൻ ചെയ്യുക, ഉള്ളിൽ വാട്ടർ പ്രൂഫും ചെയ്യുക. ഓക്കെ, വാട്ടർ ടാങ്കിൽ വർക്ക് കഴിഞ്ഞു. വാട്ടർ ടാങ്കും പാരപ്പറ്റും കൂടെ ഒറ്റയടിക്ക് തീരും. വേറെ പാരപ്പറ്റ് ഉണ്ടാക്കണ്ട. ഇതിന് കോസ്റ്റ് സേവിങ് ആണ്. അങ്ങനെ കുറേ മെത്തേഡ്സ് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും ഒരു പ്ലാനിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് നമുക്ക് ബൗണ്ടറി കൊണ്ടുവെക്കാം ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ബൗണ്ടറിയിനകത്ത് പിന്നെ എർത്ത് ഫില്ലിംഗ് ഉണ്ടെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റും കോമ്പൗണ്ട് വാളും പിന്നെ റീറ്റെയിൻ വാൾ, ഇത് 3 ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ കോസ്റ്റ് സേവിങ് കിട്ടും. പക്ഷെ പ്ലാനിങ് ആണ് ആദ്യം ഫസ്റ്റ് ആവശ്യം. ഇത്തരം ടെക്നോളജി വീടുകളിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുമോ? പ്രീകാസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ഒരിറ്റ സ്റ്റാൻഡേർഡിൽ നമുക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലി 2000 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരിക.
നമ്മൾ സാധാരണ വീട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞ കോസ്റ്റും ചെയ്യാം, കൂടുതൽ കോസ്റ്റും ചെയ്യാം. പക്ഷേ പ്രീകാസ്റ്റ് അങ്ങനെയല്ല, ഒരൊറ്റ കാറ്റഗറി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്രോക്സിമേറ്റ് 2000 രൂപയാണ് ആ റേഞ്ചിൽ വരിക. നോർമൽ ഇപ്പോൾ വീടിൻ്റെ കോസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇത്തരം വീടുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ മാർബിൾ, ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈൽസ് എന്നൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുമരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് സാധാരണ വീട് ചെയ്യുന്ന പോലെ ചെയ്യാം. മാർബിൾ ചെയ്യാം, ഗ്രാനൈറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഫിറ്റിങ്സ് കാര്യത്തിൽ മാത്രം ആദ്യം നമുക്ക് തീരുമാനം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ ഇത്തരം വീടുകൾ ചെയ്യുമ്പോൾ മോഡേൺ കിച്ചൺസ് നമുക്ക് ഇതിൻ്റെ അടുക്കളയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ പറ്റും. സാധാരണ വീട് ചെയ്യുന്ന ഏത് ഐറ്റംസും നമുക്ക്. പക്ഷേ ആദ്യം അതിൻ്റെ പൊസിഷൻ, സൈസ്, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡ്രോയിങ് തന്നിരിക്കണം. അപ്പോൾ ഈ വാളിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തിക്നെസ് പറയുന്നത് പ്രീകാസ്റ്റ് ബിൽഡിങ്ങുകളുടെ ഗുണനിലവാരത്തെ ബാധിക്കുമോ? നമ്മൾ സാധാരണ ചുമര് കെട്ടുന്നത് സിമെൻറ്റ് കട്ട അല്ലെങ്കിൽ ഇഷ്ടിക, വെട്ടുകല്ല്. ഈ സിമെൻറ്റ് കെട്ട്, ഇഷ്ടിക, വെട്ടുകല്ലിനേക്കാളും 10 മടങ്ങ് സ്ട്രെങ്ത്താണ് കോൺക്രീറ്റിനുള്ളത്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു 3 മീറ്റർ 3.3 റൂഫ് ഒരു ബിൽഡിങ്, ഷോപ്പ് ബിൽഡിങ്ങാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ചുമര് പില്ലറിൻ്റെ വണ്ണം 20 × 30 സെൻറ്റിമീറ്ററാണ് ഒരു മൂലയ്ക്കുള്ള ചുമൻ്റെ വണ്ണം. അങ്ങനെ 4 ചുമര്. അപ്പോൾ എത്ര? 20 × 30 പറയുമ്പോൾ 30, 60, 202 മീറ്റർ 40 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ഒരു ചുമരിൻ്റെ അത്രയും സ്ട്രെങ്ത്തിലാണ് ആ ഒരു റൂമിൻ്റെ വെയിറ്റ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, സാധാരണ ഈ വീടുണ്ടാക്കുമ്പോൾ ഒരു വീടിന് 12 മീറ്റർ ചുമര് വരും. 12 മീറ്ററിൽ 2 മീറ്റർ വാതിൽ പോയാലും 10 മീറ്റർ ചുമര് വരും. അപ്പോൾ ആ കോൺക്രീറ്റ് ബിൽഡിങ്ങിനെക്കാട്ടി എത്രയോ സ്ട്രെങ്ത്താണ് ഇതിനുള്ളത്. കംപ്ലീറ്റ് വാളും ലോഡ് ബെയറിംഗ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പില്ലേഴ്സായിട്ട് എടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഫ്രീ ആയിട്ട് പില്ലർ മാത്രമേ ലോഡ് എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നോർമൽ ബിൽഡിങ്ങിനെക്കാട്ടും 10 മടങ്ങ് സ്ട്രെങ്ത് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ട്. ഇത്തരം വീടുകൾ ഈ 2-3 നിലകളായി പണിയാൻ കഴിയുമോ? പ്രീകാസ്റ്റ് ബിൽഡിംഗ്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ ടെക്നോളജി ഉപയോഗിച്ച് പണിയാം. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു മെത്തേഡിനകത്ത് 2 നില ബിൽഡിങ്ങും അതിൻ്റെ മുകളിലൊരു സ്റ്റെയർകേസ് ക്യാബിൻ, ഇതാണ് ഞങ്ങൾ ടെക്നോളജി ഞങ്ങൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് കണക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിൽ 2 നില വീടും ആണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരം മെത്തേഡ് പരിഗണിക്കുന്ന ഒരു കസ്റ്റമറിന് ഈ മെത്തേഡ് സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? മെയിനായിട്ട് വരുന്നത് കസ്റ്റമേഴ്സ് സൈറ്റിലില്ല, അവർ പുറത്തായിരിക്കും, അവർ നോക്കാൻ പറ്റില്ല. ഈ ബിൽഡിങ് പണിയുന്നത് സമയത്ത് വർക്കേഴ്സ് ഒരു എക്സ്പേർട്ട് വർക്കേഴ്സാണ്. ഈ വർക്കിൻ്റെ തീരുന്ന വരെ ഈ വർക്കേഴ്സ് മാറൂല. അവർ സൈറ്റിൽ തന്നെ ഉണ്ടാവും. രാവിലെ 7 മണി മുതൽ രാത്രി 12 വരെ സൈറ്റിൽ തന്നെ ഇവർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് പക്ക ആയിരിക്കും ചെയ്യും. പിന്നെ കസ്റ്റമേഴ്സിന് ഇന്ന് നമ്മൾ ഇടുന്ന കോൺക്രീറ്റ് പീസ് നാളെ രാവിലെ എടുക്കുന്നുണ്ട്, ആ പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് കറക്റ്റ് അറിയാനും പറ്റും. അങ്ങനെ ഫാൾട്ടിൽ ഒരു പീസ് പോലും ഇങ്ങനെ ബിൽഡിങ്ങിലേക്ക് വരില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും ഈ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ. ഇത്തരം ടെക്നോളജി വീടുകൾ എങ്ങനെയാണ് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത്? അല്ല, സാധാരണ ഫൗണ്ടേഷൻ കല്ലൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യുക. ഇത് അങ്ങനെയല്ല. താഴെ മുതൽ ആദ്യം PCC ഇട്ട് കഴിഞ്ഞിട്ട് താഴെ മുതൽ മുകളിൽ വരെ കോൺക്രീറ്റ് സ്ലാബുകൾ തന്നെയാണ് വരിക. നോർമലി ഉള്ള വീടുകളായിട്ട് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫൗണ്ടേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇത്തരം വില്ല പ്രോജക്റ്റുകൾ ഏത് തരത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും അനുയോജ്യം? പ്രീകാസ്റ്റ് വീട് ടോട്ടൽ അനുയോജ്യമായിട്ട് വരുന്നത് സമയം, അതിന് ഇമ്പോർട്ട് കൊടുക്കുന്ന വ്യക്തികൾക്കാണ്. സമയവും ക്വാളിറ്റിയും, ഈ 2 സാധനത്തിന് ഇമ്പോർട്ട് കൊടുത്തിട്ട് സൂട്ടബിൾ വരിക. അതൊരു 3.5 സെൻറ്റ് സ്ഥലമുള്ള അല്ലെങ്കിൽ 4 സെൻറ്റ് സ്ഥലം. ഈ സ്ഥലത്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു വീട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. ചുമരുകൾക്ക് വണ്ണം 10 സെൻറ്റിമീറ്റർ ഉള്ളൂ, സെപ്റ്റി ടാങ്കിൻ്റെ ചുമരുകൾക്ക് വണ്ണം 5 സെൻറ്റിമീറ്റർ ഉള്ളൂ. അവിടെയൊക്കെ നമുക്ക് സ്പേസിലാവും, ഉള്ള സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്പേഴ്സ്, ഒരു വില്ല പ്രൊജക്റ്റിന് കുറേ നമ്പേഴ്സ് വരിക. ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുമ്പോൾ മാത്രമാണ് പ്രീകാസ്റ്റ് ബിൽഡിങ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരികയുള്ളൂ, പെട്ടെന്ന് വർക്ക് തീർക്കാനും പറ്റുള്ളൂ. സിംഗിൾ വീടുകളാകുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല, മിനിമം ഒരു പ്ലോട്ടിനാല് ഒരു ഏരിയയിൽ പ്ലാന്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് എങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റൂ. സാധാരണ വീടുകൾ പെയിന്റിംഗ് ചെയ്യുന്നത് പോലെ പ്രീകാസ്റ്റ് ടെക്നോളജി വീടുകൾ പെയിന്റിംഗ് ചെയ്യാൻ കഴിയുമോ?
ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം കോൺക്രീറ്റ് ഇത് M25 M30 ഗ്രേഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സിമെന്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. സിമെന്റ് കണ്ടന്റ് കൂടുതലുള്ള കോൺക്രീറ്റിൽ സർഫസിൽ ആൽക്കലി ഇഫക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ബേസ് ആയിട്ടുള്ളതും ആൽക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള സിമെന്റ് പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രം വാൾപൊട്ടി ഇടുക. അതിനുശേഷം നിങ്ങൾ എന്ത് പെയിന്റ് എന്ത് എമൽഷൻ ഉപയോഗിക്കാൻ തന്നെ വാട്ടർ ബേസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓയിൽ ബേസ് ഉപയോഗിക്കാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് വാൾപൊട്ടി പ്രീകാസ്റ്റ് ബിൽഡ് ചുമലിന്റെ മുകളിൽ അപ്ലൈ ചെയ്യരുത്. ആൽക്കലി റെസിസ്റ്റന്റ് പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രം വാൾപൊട്ടി അപ്ലൈ ചെയ്യുക. ഇത് മാത്രം ശ്രദ്ധിക്കണം. ഇത്തരം വീടുകൾക്ക് മെയിൻ്റനൻസ് മറ്റു വീടുകളുടെ പോലെ തന്നെ ആണോ? അല്ല, ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നുള്ളൊരു കൺസിഡറേഷൻ വരിക. നമുക്ക് ഈ പ്രീകാസ്റ്റ് ബിൽഡ് ചെയ്താൽ മെയിൻ്റനൻസ് വരില്ല. കാരണം വെച്ചാൽ ഡെൻസ് കോൺക്രീറ്റ് ആണ്. ഫ്രെയിംസ് ഒക്കെ തന്നെ വരികയാണെങ്കിൽ തന്നെ കോൺക്രീറ്റ് തന്നെയാണ് ഫ്രെയിംസ് വരിക. നമുക്ക് മരം വേണമെങ്കിൽ വെക്കാം. പിന്നെ മെയിൻ്റനൻസ് കുറയ്ക്കണമെങ്കിൽ കോൺക്രീറ്റ് ഫ്രെയിംസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. UPVC അഡോപ്റ്റ് ചെയ്യാം. നല്ല മെച്ചം അഡോപ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് കോൺക്രീറ്റ് വീടിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു മെയിൻ്റനൻസ് വരില്ല. ഇതുപോലെ നിർമ്മിക്കുന്ന ഒരു വീടുകൾക്ക് എത്ര വർഷമാണ് കുറഞ്ഞ കാലാവധി? നോർമലി ISI സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ 30 മുതൽ 60 വർഷം വരെയാണ് കാലാവധി പറയുന്നത്. കാരണം ISI സ്റ്റാൻഡേർഡ് അതേ കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിന് 60 വർഷം മുതൽ കാലാവധി നമുക്ക് വരും. ഇത്തരം വീടുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു വീടുണ്ടാക്കാൻ ഒരു 100 CFT മെറ്റീരിയൽ വേണമെന്ന് വിചാരിക്കുക. ഈ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ 60 CFT മെറ്റീരിയൽ മതി. അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം 50% അടുത്ത് നമുക്ക് കുറവ് കിട്ടും. ഇതിൽ നോർമൽ വീട് ഒരു 4 എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു 7 വീടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേ മെറ്റീരിയൽ ഉപയോഗിച്ച്. അതുകൊണ്ട് പാരിസ്ഥിതികമായിട്ട് പാരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് തന്നെയാണ് ഇത്. പ്രീകാസ്റ്റ് ടെക്നോളജി വീടുകളുടെ കാർപോർച്ച് നിർമ്മാണം എങ്ങനെയാണ്? അത് നോർമലി സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. നോർമൽ ബീമുകളായിരിക്കും 20 സെന്റിമീറ്റർ 30 സെന്റ് ബീമുകളായിരിക്കും വരിക. അതിന് പകരം 50 സെന്റിമീറ്ററിന്റെ കനം കുറഞ്ഞ വാളായിട്ടായിരിക്കും ബീമായിട്ടായിരിക്കും പ്രീകാസ്റ്റിൽ വരുന്നത്. സെപ്പറേറ്റ് ബീം ഉണ്ടാവില്ല. ഈ 100 mm തിക്നെസ് ഉള്ള വാൾ പാനൽസ് തന്നെയാണ് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരിക. വ്യത്യാസമൊന്നും നോർമലായിട്ട് സ്ട്രക്ചറിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്തരം വീടുകൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ? പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ വരുന്ന ബേസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ് പ്രീകാസ്റ്റിന്റെ ഒരു ബേസ് ആയിട്ട് വരുന്നത്. ഈ പ്രീകാസ്റ്റ് സക്സസ് ആയിട്ട് വരുന്നതുകൊണ്ട് വില്ല പ്രൊജക്ട്സ്, അതായത് ഒരു സ്ഥലത്ത് 5 വീടുകളോ 10, 15, 1000 എത്ര ആയിക്കോട്ടെ, നമ്പേഴ്സ് കൂടുതലുള്ള സ്ഥലത്താണ് നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഇത് കാസ്റ്റ് ചെയ്യാൻ തന്നെ 20 സെന്റ് സ്ഥലം നമുക്ക് ഫ്രീ ഏരിയ ലാൻഡ് വേണം. അതേപോലെ ക്രെയിന് വന്ന് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും വേണം. അതുകൊണ്ട് സിംഗിൾ വീടുകൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ അതിന് ഇപ്പോൾ സിംഗിൾ വീടുകളിൽ എൻക്വയറീസ് വരുന്നുണ്ട്. അതിനൊരു പുതിയ മെത്തേഡ് ഞങ്ങൾ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്ത് തന്നെ ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ചെറിയ വീടുകളും പിന്നെ വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് വീതി കുറവായിരിക്കും, വയറിംഗ് ലൈൻ ഉണ്ടാവും, അടുത്ത ബൗണ്ടറിയിൽ നിന്നുള്ള ദൂരം കുറവായിരിക്കും. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കവർ ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പം ഞങ്ങൾക്ക് വില്ല പ്രൊജക്ട്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ടെക്നോളജി ഉപയോഗിച്ച് ലക്ഷറി വീടുകൾ നിർമ്മിക്കാൻ കഴിയുമോ? ഉണ്ടാകും. ലക്ഷറി വീടുകൾ ഉണ്ടാക്കാം. അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. പിന്നെ വലിയ വലിയ ഹാൾസ് ചെയ്യാൻ പറ്റും. സ്ക്വയർ ഷേപ്പിലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അങ്ങനത്തെ പല ഡിസൈൻസ് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. പക്ഷെ എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരിക്കുന്നത് മാത്രം. വ്യാപാര സ്ഥാപനങ്ങൾ പോലുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ ഈ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും? ഇല്ല, റെസിഡൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ടെക്നോളജി ഉപയോഗിക്കാം. കാരണം ഇത് ചുമരുകളാണ് അതിന്റെ സ്ട്രെങ്ത്. വ്യാപാര സ്ഥാപനത്തിൽ ചുമരുകൾ ഉറവാക്കി പില്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റില്ല. അത് വേറെ മെത്തേഡിലേക്ക് പോകും. ഇത്തരം വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ട നിയമപരമായ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ISI കോഡ് പറഞ്ഞിരിക്കുന്നത് ഇന്ന സ്റ്റാൻഡേർഡ് ഇന്ന സാധനം വെച്ചാൽ ഇന്ന പോലെ ബിൽഡിംഗ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളൂ. ആ കോഡ് പ്രകാരം ഫോളോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നിയമപ്രകാരമായിട്ട് സാധാരണ ബിൽഡിംഗ് ആയിട്ട് യാതൊരു വ്യത്യാസം വരുന്നില്ല. ഇതിന് ബെനിഫിറ്റ്സ് കൂടുതലുള്ളൂ. അതിനെക്കാട്ടി ക്വാളിറ്റി ഒരു പ്രാവശ്യം കുറവില്ല. ഇപ്പോൾ ഇത്തരം നിർമ്മാണ രീതിയിലൊരു പ്രൊജക്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് ബേസ്ഡ്, അതായത് ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ ഡൽഹി, ഇപ്പോൾ അല്ലെ ആഫ്രിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുപോലുള്ള കൺട്രികളിൽ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുമോ? അതാണ് ഈ ഒരു മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതാണ്
നമ്മളിപ്പോൾ ഒരു ഫാക്ടറി മേടിൽ വർക്കാകുമ്പോൾ ഒരു ഏരിയ ബേസ് ലോക്കായി പോകും. ഞങ്ങൾ ഫാക്ടറി മൊത്തം കാസ്റ്റിങ്ങിന് മെത്തേഡ്, അതിൻ്റെ ഡൈകൾ, വർക്കേഴ്സ്, അവർക്ക് താമസിക്കുന്ന സംവിധാനം, ഇതെല്ലാം കൂടി ഒരു 3 ലോറി കൊള്ളുന്ന സാധനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3 കണ്ടെയ്നർ. ഈ സാധനം ഒരു സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് ഡൈൻ്റെ എണ്ണം മാത്രം കൂട്ടിയാൽ മതി. അതായത് മെയിനായിട്ട് വർക്കേഴ്സ് മാത്രം ഞങ്ങൾക്ക് ഇപ്പോൾ, ബാക്കി ലോക്കൽ വർക്കേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ വേണമെങ്കിലും ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര വർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പ്രീകാസ്റ്റ് ടെക്നോളജി വീടുകൾ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അതിനകത്ത് കുറച്ച് എക്സ്പെർട്ടൈസേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രീകാസ്റ്റിന് മുകളിൽ, നോർമൽ ബിൽഡിങ്ങിന് മുകളിൽ വേറൊരു മെറ്റീരിയൽ സ്റ്റിക്ക് ചെയ്യില്ല. അതുകൊണ്ട് കമ്പി കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം അതിനെ ചെയ്യാൻ. ഇത്തരം വീടുകളുടെ നിർമ്മാണത്തിന് എത്ര രൂപ ചെലവ് വരും? സാധാരണ വരുന്നത് 1 സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് 2000 രൂപയാണ് വരിക. നിങ്ങൾ ഈ പുറകെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ്, ഇതൊരു നോർമൽ നമ്മൾ കാണുന്ന സമയത്ത് ഒരു നോർമൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇതൊരു ശരിക്കും ഒരു പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. അതായത് വയനാട്ടിലെ ആദ്യത്തെ പ്രീകാസ്റ്റ് ബിൽഡിംഗ്. പ്രീകാസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാവോ? നമ്മളിപ്പോൾ കണ്ട വീഡിയോസ്, അതാണ് പ്രീകാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ മെത്തേഡ്. അതായത് നമ്മൾ ഇവിടെ സൈറ്റുകൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു മെത്തേഡാണ് പ്രീകാസ്റ്റ്. എന്താ വെച്ചാൽ പിന്നെ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് ഫാക്ടറിക്കകത്ത് തന്നെ ബിൽഡിങ്സ്, അതായത് പാനൽസ് സെറ്റ് ചെയ്ത് അത് ലോറിയിൽ കയറ്റി കൊണ്ടുവന്നാണ് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഈ റോഡുകളുടെ വീതി കുറവും ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താണ് സൈറ്റിൽ വെച്ച് പ്രീകാസ്റ്റ് ബിൽഡിംഗ് കാസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു മെത്തേഡ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്. പിന്നെ വലിയ പാനൽസിൻ്റെ സൈസ് ലിമിറ്റേഷൻ ഇല്ല. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് 3 മീറ്ററാണോ 6 മീറ്ററാണോ എത്രയാണോ പാനലിൻ്റെ വീതി വരുന്നത് ആ സൈസിലെ പാനലാണ് സൈറ്റിലുണ്ടാക്കുക. എന്നിട്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് വിദേശ രാജ്യങ്ങളിലുള്ള പ്രീകാസ്റ്റ് ബിൽഡിംഗ് മെത്തേഡും ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത മെത്തേഡും നമ്മൾ വ്യത്യാസം. ഇതിൻ്റെ ബെനിഫിറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഒരു വില്ല പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 10-20 വീടുകൾ അങ്ങനെ വരുന്ന സ്ഥലത്താണ് ഇതിന് ബെനിഫിറ്റ് കൂടുതൽ വരിക. ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ 1 പ്രത്യേകത എന്ന് പറയുന്നത് എർത്ത്ക്വേക്ക് റെസിസ്റ്റൻ്റാണ് ഇങ്ങനെ ചെയ്യുന്ന ബിൽഡിങ്സ് വരുന്നത്. കാരണം വെച്ചാൽ പാനൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെൽഡ് ചെയ്താണ് ജോയിൻ ചെയ്യുക. അതിന് ശേഷം ജോയിൻസ് ഫില്ല് ചെയ്യും. ഈ പാനൽസ് ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് ഈ കൺസ്ട്രക്ഷനെ കൂടുതൽ സ്ട്രെങ്ത്തും ഫാസ്റ്റും ആക്കുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ ടൈം അത് വെൽഡിങ് കൂടിയാണ് നമ്മൾ ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും വെൽഡിങ്ങിൻ്റെ ഫാസ്റ്റും ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുക. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്. പ്രീ ഫാബ്രിക്കേറ്റ് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നമുക്ക് ആദ്യം അറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന പാനൽസ് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ബെഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യും. ആ പാനൽസ് ചിലപ്പോൾ 3 ടൺ ഉണ്ടാവാം, 5 ടൺ ഉണ്ടാവും, 8 ടൺ ഉണ്ടാവും. എത്രയായിരുന്നാലും പിറ്റേ ദിവസം നമ്മൾ 16-18 മണിക്കൂറിനുള്ളിൽ ഈ പാനൽസ് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി 30 വർഷം കഴിഞ്ഞിട്ട് എന്ത് ക്വാളിറ്റി ഉണ്ടാകുമോ അപ്പോൾ 30 വർഷം അറിയുന്ന ക്വാളിറ്റി നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഈ പാനൽ വാർക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്വാളിറ്റി പ്രോബ്ലംസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 15 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന സ്ട്രെങ്ത്ത് നമുക്ക് 16 മണിക്കൂർ കൊണ്ടാണ് ഈ പാനൽസിന് കിട്ടുന്നത്. നോർമൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് M50, M20 ഗ്രേഡ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പാനൽസ് M20, M25, M30 ആ ഗ്രേഡിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രെയിംസ് വരുന്നത് കോൺക്രീറ്റിൻ്റെ ഫ്രെയിംസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ടർ ഫ്രെയിംസ്. ഈ ഷട്ടേഴ്സ് വരുന്നത് FRP ആണ്. FRP ഷട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ വെയിൽ കൊണ്ടാലും വളയുന്ന പ്രോബ്ലം വരില്ല, ചെതലരിക്കില്ല. രണ്ടാമത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വരില്ല. ലൈഫ് ലോങ് മെറ്റീരിയലാണ് ഈ 2 മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബിൽഡിങ്ങിൻ്റെ ഹാളായിട്ട് വരുന്ന ഏരിയ ആണ്. ഇതിൻ്റെ ഡോർസ് കോൺക്രീറ്റ്, വിൻഡോ കോൺക്രീറ്റ്, ഇത് കോൺക്രീറ്റ്. പുറകിൽ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്, ഷെൽഫും കോൺക്രീറ്റാണ് വരുത്തിയിരിക്കുന്നത്. നമ്മൾ നോർമൽ ബിൽഡിങ്ങിൽ സാധാരണ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ആ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബിൽഡിങ്ങിനും ചെയ്യാൻ പറ്റും. പ്ലഗ്സ് ആണെങ്കിലും ലൈറ്റ് പോയിൻറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെയാണ്. അതേപോലെ നോർമൽ ബിൽഡിങ്ങിനകത്ത് വയറിങ് വരുന്ന ചുമര് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ ഈ ബിൽഡിങ്ങിനകത്ത് വയർ തമ്മിലെ കണക്ഷൻ സീലിംഗ് കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് TV വെക്കാനുള്ളൊരു പോർഷനാണ്. വാൾ തിക്നെസ് 10 സെൻറ്റിമീറ്ററാണ്. ബാക്കി 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഗ്യാപ്പാക്കിയിട്ട് ബാക്കി 5 സെൻറ്റിമീറ്റർ ഈ തിക്നെസ് വരുന്നത്. ബേസിന് ക്ലോസറ്റ്, ഹെൽത്ത് ഫോസറ്റ്, വാൾ മിക്സർ,
ടാപ്പുകൾ, ഹാങ്ങർ, ഇതെല്ലാം നോർമൽ സാധാരണ ബിൽഡിങ്ങിന് എങ്ങനെയാണോ ഫിക്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പൈപ്പുകളെല്ലാം കൺസീൽഡ് ആയിട്ട് വരുന്ന ഓൺലി വേസ്റ്റ് പൈപ്പ് മാത്രമാണ് നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4-5 ചുമരായതുകൊണ്ട് അതുകൊണ്ട് തന്നെ പെഡസ്റ്റലായിട്ടുള്ള ബേസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബേസിൻ നോർമലി സാധാരണ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ടാപ്പിൻ വാട്ടർ കണക്ഷൻ കൺസീൽഡാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഔട്ട് വരുന്നത് പുറത്തു കൂടിയാണ് വരിക. അത് നമുക്ക് പെഡസ്റ്റൽ ബേസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റും. സാധാരണ വീട് കെട്ടുമ്പോൾ അതിൻ്റെ ചുമരിൻ്റെ വലുപ്പം 20 സെൻറ്റിമീറ്റർ ചുമരും 4 തേപ്പും അടക്കം 24 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ഈ ബിൽഡിങ്ങിന് 10 സെൻറ്റിമീറ്റർ ചുമര് കനം വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്ലോർ ഏരിയയിൽ ഈ 15 മുതൽ 20% വരെ ലാഭം കിട്ടും. ഏരിയ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് പ്ലാസ്റ്ററിങ് വരുന്നില്ല. പുട്ടിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുക. ജസ്റ്റ് വാൾപുട്ടി, അത് തിക്നെസ് കുറഞ്ഞൊരു പുട്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ് കൊണ്ടുണ്ടാകുന്ന പ്ലാസ്റ്ററിങ് പൊളിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതിൽ വരുന്നില്ല. നോർമലി നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് നോർമൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ 20%, അതായത് 1200 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഫലം ഏരിയ നമുക്ക് ഇങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ടാക്സുകളിലും മറ്റ് ഗവൺമെൻറ് ടാക്സുകളിൽ നിന്ന് വളരെയധികം ഇളവ് നമുക്ക് ലഭിക്കുന്നതാണ്. 25 ദിവസം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ വീട് നിർമ്മിക്കാൻ പറ്റുക. അതായത് അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ തീർക്കാൻ പറ്റും. ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു വില്ല പ്രൊജക്റ്റിനകത്ത് 10 അല്ലെങ്കിൽ 5 അതിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുക്കുന്നുണ്ടാണ് നമുക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു വീട് നിർമ്മിക്കാനായിട്ട് 1 കൊല്ലമോ 2 കൊല്ലമോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 25 ദിവസം കൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രീകാസ്റ്റ് ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങൾ, നിങ്ങൾക്ക് പല സംശയം ഉണ്ടാകും. പുതിയൊരു കൺസെപ്റ്റാണ്, വിദേശ രാജ്യം ഉണ്ടെങ്കിൽ ഇവിടെ ആയി വരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കുറേ വീഡിയോസും ഇതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.